പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഇടുക്കിയിലെത്തിയ വിക്രത്തിന് വേദയെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയുന്നില്ല. വേദ എങ്ങോട്ട് പോയെന്നോ വേദയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ചാണ് വിക്രം അവിടുന്ന് പോകുന്നത്. അവിടുന്ന് പോരുമ്പോൾ തന്നെ മൈക്കിളച്ചൻ പറയുന്നുണ്ട്, എന്തായാലും വേദയെ നീ കണ്ടെത്തും, അത് ഉറപ്പാണ്. വിക്രം വിഷമത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോരുമ്പോൾ വേദയെക്കുറിച്ചാണ് വിക്രം ആലോചിക്കുന്നത്. വേദയെ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു ആലോചന മാത്രമേ ഉള്ളൂ വിക്രത്തിൻ്റെ മനസ്സിൽ. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ കമലമ്മയും ചോദിക്കുന്നുണ്ട് വേദയെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവ് കിട്ടിയെന്ന്. അപ്പം വിക്രം പറയുന്നുണ്ട്, അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് വേദയെ കാണാതായാണ്, പിന്നെ ആരും വേദയെ കണ്ടിട്ടില്ല, അവർക്കും അറിയത്തില്ല എന്ന് പറയാണ്. കമലമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോഴും വിക്രത്തിനൊരു ആത്മവിശ്വാസമുണ്ട്, വേദ എവിടെ ആയാലും ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ളൊരു വിശ്വാസം വിക്രത്തിനുണ്ട്. അങ്ങനെ വേദയുടെ കൂട്ടുകാരികളെ പറ്റി അറിയാവുന്നിടത്തെല്ലാം വിക്രം അന്വേഷിക്കുന്നുണ്ട്. അപ്പം വിക്രം അവസാനം വിജയിക്കുന്നത് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ സഹായം തേടിയാലോ. പക്ഷേ ഞാൻ വേദയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ആ ഒരു വഴിക്ക് പോകത്തില്ല എന്നുള്ള രീതിയിൽ, ഗുണ്ടാ പണിക്ക് പോകത്തില്ല എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല എന്ന് വിക്രത്തിന് തോന്നുന്നുണ്ട്. എന്നാലും വേദയെ കണ്ടുപിടിക്കാൻ ഒരു സഹായം ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ തേടാമെന്നുള്ളൊരു വിചാരം വിക്രത്തിനുണ്ടാകുന്നുണ്ട്. അങ്ങനെ വിക്രം ശ്രീകാര്യ ശ്രീനിവാസനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീനിവാസനാണെങ്കിൽ വിക്രത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വിക്രം പറയുകയാണ്, സാറേ എനിക്കിപ്പം വേണ്ടുന്നത് വേദയെ കണ്ടുപിടിക്കുക, വേദ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയാണ്. ശ്രീകാര്യ ശ്രീനിവാസനും പറയുന്നുണ്ട്, വേദയെ ഞങ്ങളും കുറേ അന്വേഷിച്ചായിരുന്നു, പക്ഷേ അവൾ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. മാത്രവുമല്ല ആ ശ്രീകാന്ത് ഇനി അവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചേക്കുവാണെന്നും അറിയത്തില്ല. അപ്പോൾ വിക്രം പറയണേ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവനെ കാണാനാണ്, അവൻ പറഞ്ഞത് ഇനി അവൻ അറിയത്തില്ല എന്നാണ്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അത് ശരിയാ, വേദ എവിടെയാണെന്ന് ഒരറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അവിടെ എത്തും, അല്ലെങ്കിൽ വേദയെ കൊല്ലുക തന്നെ ചെയ്യും. അവന് സഹോദര സ്നേഹം എന്ന് പറയുന്നത് ഇല്ലെന്ന് നമുക്ക് ബോധ്യമായ കാര്യമല്ലേ. അപ്പോഴേ വിക്രത്തിന് വിഷമം വരുന്നുണ്ട്. വേദ ഇനി എവിടെ ആയിരിക്കും സാറേ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ വിക്രത്തിൻ്റെ കൂടെ ശ്രീകാര്യ ശ്രീനിവാസനും കൂടെ ചേരുകയാണ്. അങ്ങനെ പഴയതുപോലെ തന്നെ വിക്രം ശ്രീനിവാസിൻ്റെ കൂടെ പതിയെ അങ്ങ് ചേരുകയാണ്. അവർ രണ്ടുപേരും പഴയ പോലെ തന്നെ കൂട്ടാവുന്നുണ്ട്. ശ്രീകാര്യ ശ്രീനിവാസൻ്റെ കാര്യങ്ങളിൽ പാർട്ടിക്ക് വേണ്ടിയൊക്കെ വിക്രം പതുക്കെ ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേദയെ അന്വേഷിക്കുന്നുണ്ട്. വേദയെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്നതുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പാർട്ടിക്ക് വേണ്ടി വിക്രമാണെങ്കിൽ കുറേ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് അടിയുണ്ടാവുന്നുണ്ട്. അപ്പം ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ ഇനി കുറച്ച് നാളത്തേക്ക് ഇവിടെ മാറി നിൽക്കും. ഒന്നാമത് നിൻ്റെ പേരിൽ കേസ്, കൊലപാതക കേസും മറ്റുള്ള ശിക്ഷയൊക്കെ കഴിഞ്ഞ് നീ ഇപ്പോൾ പുറത്തിറങ്ങിയല്ലേ, ഇനി നിന്നെ പോലീസിനെ കെട്ട് കഴിഞ്ഞാൽ അവർ നിന്നെ ശരിയാക്കും. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ വിക്രത്തിനോട് പറയുകയാണ്. ഈ സമയത്ത് കമലമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമാവുകയാണ്. കാരണം വിക്രം പതിയെ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ കൂടെ ചേരുന്നത് പഴയ പോലെയുള്ള പരിപാടി തുടങ്ങിയാലും കമലമ്മയ്ക്ക് വിഷമമുണ്ട്. അങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസൻ പറഞ്ഞ പ്രകാരം വിക്രം അവിടുന്ന് മാറി നിൽക്കുകയാണ്. അപ്പം പോകുന്നതിന് മുമ്പ് ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ മാറി നിൽക്കുന്ന സമയം കൊണ്ട് വേദയെ അന്വേഷിക്കണം, നിനക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തു തരാമെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ജോസഫും അതേപോലെ രാജേട്ടനും ഒക്കെ ഉണ്ട്. അവർ മൂന്നുപേരും കൂടാണ് ആ സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ മൂന്നുപേരും അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ്. കുറച്ച് ദൂരെയാണ്. ഈ സമയത്ത് വേദയാണെങ്കിൽ ട്രാൻസ്ഫറായി വരുന്നതും അങ്ങോട്ട് തന്നെയാണ്. കൂടെ മോളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം വരുന്ന വഴി മോള് ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മൾ ഇവിടെ നല്ല സ്കൂളിൽ തന്നെ എന്നെ ചേർക്കണേ, ആ സ്കൂളിൽ എൻ്റെ അച്ഛനെ കുറിച്ച് കളിയാക്കിയെന്ന സ്കൂളിലൊന്നും എന്നെ ചേർക്കണ്ട, എന്നെ നല്ല സ്കൂളിൽ തന്നെ ചേർക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, അതിനെന്താ മോളെ നല്ല സ്കൂളിൽ തന്നെ ചേർക്കുന്നുണ്ട്, ഇവിടെ എല്ലാം നല്ല സ്കൂൾ, അവിടുത്തെ കൂട്ടൊന്നും അല്ലെന്നും പറഞ്ഞ് വേദ സമാധാനിപ്പിക്കുന്നുണ്ട്. കൂടെ ആയിയുണ്ട് വേദയുടെ കൂടെ തന്നെ. അപ്പം ആയി എടുത്ത് പറയുന്നുണ്ട്, ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം, ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. വേണം ചേച്ചി, ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് എത്താം, അപ്പോഴത്തേക്ക് നിങ്ങൾ നേരെ വീട്ടിലേക്ക് പൊക്കോളാൻ പറയുകയാണ്. വായ പറയുന്നുണ്ട്, ശരി ശരി, ഞാൻ വേദ വരുമ്പോഴത്തേക്ക് ഞാൻ വീടെല്ലാം സെറ്റ് ചെയ്ത് ഒരു കോഫി ഇട്ട് വെച്ചേക്കാം എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പം ആയിയും അതേപോലെ തന്നെ മോളും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം മോൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് മോൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ അവിടെ ചെന്ന് ജോയിൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വേദയ്ക്ക് നല്ല ടെൻഷനുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നതിൽ വേദയ്ക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷെ മോൾക്ക് ഭയങ്കര സന്തോഷമാണ് നാട്ടിലേക്ക് വന്നത്. ആ സ്ഥലത്തേക്കാണ് വിക്രം വന്നിരിക്കുന്നത്. അങ്ങനെ ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വേദ വീട്ടിൽ വരുമ്പോൾ മോള് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇത്രയും നാൾ അവിടെ താമസിക്കേണ്ട കാര്യമില്ലായിരുന്നു, നേരത്തെ നമുക്ക് ഇങ്ങോട്ട് പോരുന്നാൽ പോരായിരുന്നോ, ഇവിടുത്തെ സ്കൂളിൽ അമ്മ എന്നെ എന്നാ ആക്കുന്നതെന്നൊക്കെ മോള് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ ആക്കാം, നാളെ തന്നെ പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേദയെ മോളെയും കൊണ്ട് പിറ്റേ തന്നെ സ്കൂളിലാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ മോളെ സ്കൂളിൽ ചേർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മോള് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക്
റോഡ് ക്രോസ് ചെയ്യുന്ന നേരത്തിൽ പെട്ടെന്നൊരു ഓട്ടോ ഇടിക്കാൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിൽ വിക്രവും രാജേട്ടനും അതേപോലെ ജോസഫും നിൽപ്പുണ്ട്. അപ്പം പെട്ടെന്നാണെങ്കിൽ വിക്രം നോക്കുമ്പം ആ ഓട്ടോയാണെങ്കിൽ പെട്ടെന്ന് മോളെ ഇടിക്കാൻ വരുന്നുണ്ട്. മോളാണെങ്കിൽ നോക്കാതെ ക്രോസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ആ ഓട്ടോ ഇടിക്കാൻ വരുന്നത്. ഇത് കാണുന്ന വിക്രം ആകപ്പാടെ ഭയക്കുന്നുണ്ട്. വിക്രം ഓടി ചെല്ലുവാണ്. പെട്ടെന്ന് ഓടിച്ചെന്ന് മോളെ എടുത്ത് മാറ്റുന്നുണ്ട്. സ്വന്തം മോളാണെന്ന് അറിയാതെ വിക്രം പെട്ടെന്നാണെങ്കിൽ ആ കുട്ടിയെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് മോളാണെങ്കിൽ ആകപ്പാടെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നോക്കി ക്രോസ് ചെയ്യണ്ടേ, ഇത്രയും വണ്ടി വരുമ്പോൾ മോൾ നോക്കാതെ ക്രോസ് ചെയ്യുന്ന എന്താ, ആരും ഇല്ലേ മോളുടെ കൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മോളെ ഞെട്ടി ഇങ്ങനെ വിക്രത്തെ നോക്കുകയാണ്. വിക്രമാണെങ്കിൽ മോളെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അടുപ്പവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് ആ കുട്ടിയോട്. അപ്പം വിക്രം പെട്ടെന്ന് ചോദിക്കുകയാണ്, മോളെന്താ നോക്കാതെ ക്രോസ് ചെയ്തേ, ഒറ്റയ്ക്കാണോ ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവണ്ടേ, ആരും ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് മോളിങ്ങനെ വിക്രത്തെ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വിക്രം തൻ്റെ മോളെ കാണുകയാണ്. തൻ്റെ മോളാണെന്നറിയാതെ അപകടത്തിൽ നിന്ന് വിക്രം മോളെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വിക്രവും വേദയും ഒരു സ്ഥലത്താവുകയാണ്. വിക്രം മോളെ കാണുകയും ചെയ്തു.